അനീഷിന്റെ PR കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അനീഷ്. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ബിഗ് ബോസിൽ കോമണറായി വന്ന് ഫസ്റ്റ് റണ്ണപ്പറായ അനീഷ്. പല ആളുകളും അനുമോളുടെ PR കുറിച്ച് പറഞ്ഞപ്പോൾ അനീഷിനും ഏറ്റവും കൂടുതൽ PR ഉണ്ടെന്ന് പല ആളുകളും പറഞ്ഞു. അപ്പോൾ അനീഷിനോട് ഞങ്ങൾ ചോദിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം PR ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫോൺ ഞാൻ ഇവിടെ കൊടുത്തിട്ടാണ് പോയത്. ഫോണൊന്നും ഞാൻ കൊണ്ടുപോയില്ല. എൻ്റെ ഫേസ്ബുക്കോ എൻ്റെ ഇൻസ്റ്റഗ്രാമോ ഒന്നും ഞാൻ ആർക്കും ഉപയോഗിക്കാൻ കൊടുത്തിട്ടില്ല. വന്നതിന് ശേഷം ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ പല ആളുകളും എൻ്റെ പെർഫോമൻസ് കണ്ട് ഇഷ്ടമായതിന് ശേഷമാണ് പല ആളുകളും എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതും, അല്ലാതെ PR വർക്ക് കൊണ്ടല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഇവിടുന്ന് പോയ എല്ലാവരുമായിട്ടും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലുണ്ടായിരുന്ന എല്ലാവരുമായിട്ടും ഇപ്പോഴും നല്ല സൗഹൃദമുണ്ട്. ഞാൻ ആരെയും വേദനിപ്പിച്ചില്ല. അതുകൊണ്ട് അവർക്ക് ആർക്കും എന്നോടൊരു ദേഷ്യമോ ഒന്നുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ഉത്തരമായിട്ട് എനിക്ക് മനസ്സിലായത്, ഷാനവാസ് ആരൊക്കെ വിളിച്ച് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അത് മീഡിയയോട് പറയുന്നത് ശരിയല്ല. അപ്പം ഒരാൾ വിളിച്ചെന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാവർക്കും വിഷമാവും. അതുകൊണ്ട് ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല. അത് ഞങ്ങളുടെ സ്വകാര്യതയാണ്, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലുള്ള ഇതാണ്. അപ്പോൾ അത് മീഡിയയുടെ മുന്നിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ മീഡിയക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ എന്തെങ്കിലും കേട്ടതും ആയി അവർക്ക് തമ്പനിയിലൊക്കെ വേറെ കൊടുത്ത് അവർ വീഡിയോ ഇറക്കും. അത് അനീഷിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അനീഷ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് വളരെ നല്ലൊരു മനുഷ്യനാണ്. വളരെ നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം അനുമോൾക്ക് 1ാം സമ്മാനം കൊടുത്ത ആൾ തന്നെ അദ്ദേഹത്തിന് 10 ലക്ഷം രൂപയും അനീഷിന് സമ്മാനമായിട്ട് കൊടുത്തു. എന്തായാലും അനീഷിന് ഇരട്ടി മധുരമാണ് കിട്ടിയത്. ബിഗ് ബോസിൽ കോമണറായി വന്ന അനീഷ് ജനഹൃദയങ്ങളിലേക്ക് പെട്ടെന്നാണ് എത്തിയത്. ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം കണ്ടപ്പോൾ നമുക്ക് തന്നെ തോന്നി, ഭയങ്കര വെറുപ്പീരാണല്ലോ, പഴയ നമ്മുടെ സീസൺ 6 രതീഷേട്ടനെ പോലെ വെറുപ്പീർ തന്നെയാണല്ലോ എന്ന് ഓർത്ത്. പക്ഷേ അദ്ദേഹം കുറച്ച് മാറി. അദ്ദേഹത്തിന് മാറ്റങ്ങൾ വന്നു, അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ മാറ്റം വന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ടോപ്പ് 5 എത്താൻ സാധിച്ചതും ടോപ്പ് 2 എത്തിയതും. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്. നമുക്ക് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് തന്നെ അദ്ദേഹം ആരും വേദനിപ്പിക്കാതെ ആണ് അദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, മറ്റുള്ള എല്ലാവരോടും പോയി പല ചൊറിയുന്ന കാര്യങ്ങളൊന്നും നമുക്കത് പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരോടും നല്ല സൗഹൃദം മാത്രം, എല്ലാവരോടും നല്ല രീതിയിലാണ് ഞാൻ ഇടപെടുന്നതും അവർക്കല്ല എന്നോട് ഒരു ദേഷ്യവുമില്ല എന്ന് പറഞ്ഞാൽ മത്സരാർത്ഥികൾ ഇവരുടെ കൂടെ മത്സരിച്ചവർക്കൊന്നും പുള്ളിയുടെ ഒരു ദേഷ്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ. താങ്ക് യു.